ഈ ട്രംപ് ആളൊരു തമാശക്കാരൻ. ഇന്ത്യയും പാകിസ്ഥാനും ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഞങ്ങൾ ഉറക്കം കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ്റെ 9 എയർ ബേസുകൾ അടിച്ചതും പുള്ളിക്കാരൻ്റെ പിക്ചർ അങ്ങ് മാറി. ഉടൻ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുന്നു, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുന്നു. അവസാനം പാകിസ്ഥാനിലെ DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ഇന്ത്യ അടുത്ത് വിളിച്ചിട്ട് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ആവശ്യപ്പെടുന്നതിന് 1 മണിക്കൂറിന് മുമ്പേ, ഇന്നസെന്റ് പറഞ്ഞാൽ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങിയതാണ് ട്രംപ്. 1 മണിക്കൂറിന് മുമ്പേ ട്രംപ് വിളിച്ചു പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നിർത്തിയത്. ട്രംപാണോ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം നിർത്തണോ വേണ്ടത് തീരുമാനിക്കുന്നത്? പിന്നെ അദ്ദേഹത്തിന് അത് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. കാര്യം അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കൊരു പ്രശ്നത്തിൽ ഇടപെടുമ്പോഴത്തേക്ക് നമുക്ക് 2 പേർക്ക് വേണ്ടിയിട്ടും രണ്ടുപേരിൽ ആർക്ക് വേണ്ടിയിട്ടും നമുക്ക് മധ്യസ്ഥനാവാം. പക്ഷെ ആ മധ്യസ്ഥൻ പറയുന്നത് നമ്മൾ കേൾക്കണമെന്നില്ലല്ലോ. പക്ഷെ ഇവിടെയാണ് ട്രംപിന് ലോട്ടറി അടിച്ചത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കേൾക്കുന്നതായിരിക്കും ഈ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ട്രംപിന് എങ്ങനെ ലോട്ടറി അടിക്കുന്നതെന്ന്. അമേരിക്കൻ എക്കണോമിയുടെ പ്രധാന വരുമാനം, പ്രധാന സ്രോതസ് 2 കാര്യമില്ല. 1 ആയുധങ്ങൾ, 2 സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് കൺസ്ട്രക്ഷൻ. നമ്മൾ ഈ ലോകത്ത് അമേരിക്ക നടത്തിയ അല്ലെങ്കിൽ ലോകത്ത് നടന്ന യുദ്ധങ്ങളുടെ മൊത്തം ചരിത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ യുദ്ധം കഴിഞ്ഞിട്ട് ആ തകർന്ന കെട്ടിടങ്ങളെല്ലാം നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആ കെട്ടിടങ്ങളെല്ലാം റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള കോൺട്രാക്ട് എപ്പോഴും ഒരു അമേരിക്കൻ കമ്പനിക്കായിരിക്കും കിട്ടുന്നത്. അത് വളരെ അലിഖിതമായൊരു നിയമമാണ്. നിങ്ങൾ പഴയ പേജുകൾ എടുത്ത് മറിച്ച് നോക്കി അറിയാൻ പറ്റും. ലോകത്ത് ഇറാഖിൽ യുദ്ധം നടന്നാലും ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധം നടന്നാലും പിന്നെ ഹമാസിൻ്റെ ഓപ്പറേഷൻ നടന്നാലും എവിടെ ആയാലും ഒന്ന് തകർത്ത് കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. ആ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന കരാറുകൾ എപ്പോഴും അമേരിക്കയ്ക്കാണ് കിട്ടുന്നത്. അമേരിക്കയുടെ ട്രംപിൻ്റെ വേറൊരു മുഖം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ ബിൽഡറും കൂടെയാണ്. ട്രംപ് ടവേഴ്സ് തന്നെ ലോകത്ത് എനിക്ക് തോന്നുന്നു 20-22 ട്രംപ് ടവേഴ്സ് തന്നെ ഇന്ത്യയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗും കൺസ്ട്രക്ഷനും അതിൻ്റെ വരുമാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വരുമാനം. ഇപ്പോൾ 9 വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർത്തു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ട്രംപിൻ്റെ മനസ്സിൽ 9 ലഡുവാണ് ഒരുമിച്ച് പൊട്ടുന്നത്. കാര്യം ഈ 9 വ്യോമത്താവളങ്ങളും നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ നേരത്തെ തകർത്ത ഭീകരതാവളങ്ങൾ എന്തായാലും റീകൺസ്ട്രക്ട് ചെയ്യണം. അതിൻ്റെ കോൺട്രാക്ട് ചിലപ്പോൾ അവർക്ക് ട്രംപിന് കൊടുത്തില്ല എന്ന് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ അവർ രഹസ്യമായിട്ട് താമസിപ്പിക്കുന്ന മെർസനറീസ് ആണല്ലോ. അപ്പോൾ അവരുടെ താവളങ്ങൾ കൊടുത്തില്ല എന്ന് വരും. പക്ഷേ വ്യോമതാവളങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉള്ളത് അമേരിക്കയുടെയിലും പ്രത്യേകിച്ച് ട്രംപിൻ്റെ മകൻ്റെ കയ്യിലുമുണ്ട്. അപ്പോൾ ഈ കോൺട്രാക്ട് എന്തായാലും മകന് കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾ 1-2 മാസം വെയിറ്റ് ചെയ്താൽ മതി. പാകിസ്ഥാൻ ഇതിൻ്റെ എയർബേസുകളെല്ലാം റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ നവീകരിക്കുന്നതിൻ്റെ കോൺട്രാക്ട് ട്രംപിൻ്റെ മകന് കൊടുത്തു എന്നുള്ള പത്രവാർത്ത നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യുദ്ധം നിർത്തിവെക്കുന്നതിൻ്റെ കാര്യത്തിൽ ഉറക്കമൊഴിഞ്ഞ് എന്തിനാണ് ട്രംപ് പ്രസ്താവനയായിട്ട് നടക്കുന്നത്. ഇന്ത്യ ഇപ്പോഴും പറയുന്നില്ല ട്രംപ് ഇടപെട്ടിട്ടാണ് നമ്മുടെ യുദ്ധം നിർത്തിയത്. നമ്മൾ പറയുന്നത് അമേരിക്കൻ കാര് പറഞ്ഞിട്ടല്ല, പാകിസ്ഥാൻ്റെ DGMO വിളിച്ച് അപേക്ഷിച്ചതനുസരിച്ചിട്ടാണ് നമ്മൾ വെടി നിർത്തിയെന്ന് പറയും. യുദ്ധം ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയെന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നില്ല. നമ്മുടെ ഓപ്പറേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ 9 വ്യോമത്താവളങ്ങളിലെല്ലാം കൂടെ പാകിസ്ഥാനുണ്ടായ നഷ്ടം ഏകദേശം $2 ബില്യൺ. ഏകദേശം 700 തൊട്ട് 2 വരെ പറയുന്നുണ്ട്. 700 മില്യൺ തൊട്ട് 2 ബില്യൺ വരെ പറയുന്നുണ്ട്. അവിടെ 2 അവാക്സ് വിമാനം നഷ്ടപ്പെട്ടു, 9 എയർബേസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇതിൻ്റെയൊക്കെ റീകൺസ്ട്രക്ഷനിൽ കൂടെ ട്രംപിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ട്രംപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടയ്ക്ക് തന്നെ പുള്ളിക്കാരൻ്റെ മരുമകൻ്റെ അച്ഛനെയാണ് ഫ്രഞ്ച് അംബാസഡറായിട്ട് നിയമിച്ചത്. ഈ നെപ്പോട്ടിസത്തിനൊന്നും പുള്ളിക്കാരന് യാതൊരു മടിയില്ല, പറഞ്ഞുകൊണ്ട് ഓപ്പണായിട്ടും ചെയ്യുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ രഹസ്യമായിട്ടും അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ ചെയ്യുന്നത്. അവർക്ക് അദ്ദേഹത്തിന് അങ്ങനെയല്ല, വളരെ വളരെ ഓപ്പണായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ അച്ഛനെയാണ് പുള്ളിക്കാരൻ ഫ്രഞ്ച് അംബാസഡറായിട്ട് അയച്ചത്. അപ്പോൾ ഈ കോൺട്രാക്റ്റുകൾ മുഴുവൻ പാകിസ്ഥാനുമായിട്ട് ഇടപെട്ട് ഞങ്ങളാണിത് ചെയ്തെന്ന് വരുത്തിയാൽ പാകിസ്ഥാനിൽ നിന്ന് ഈ കോൺട്രാക്റ്റുകൾ ട്രംപിൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്ക് കിട്ടാൻ പോകുന്നു. ഇതാണ് ട്രംപ് ഇതിനകത്ത് ഇടപെട്ടതിൻ്റെ രഹസ്യം. അല്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ
ശത്രുത ഉണ്ടാവണമെന്നേ അവർക്ക് ആഗ്രഹമുള്ളൂ. ഇത് നിർത്തണമെന്നും ഇത് നടപ്പിലാക്കണമെന്നും ഉള്ള താല്പര്യമൊന്നും അദ്ദേഹത്തിനില്ല. എങ്കിൽ അവർ നേരത്തെ ചെയ്യുമായിരുന്നു, ഇടപെടുമായിരുന്നു. യുദ്ധം ഉണ്ടാവുന്നതിന് മുമ്പ് അവർ ഒരിക്കലും ഇടപെട്ടിട്ടില്ല. പഹൽഗാമിന് ശേഷം ഏകദേശം 14 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. ട്രംപ് അതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. അവരൊന്ന് ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് തകർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് തുടങ്ങി. ആ ബിസിനസിന്റെ അർത്ഥമല്ല ഈ ബിസിനസ്സിന്. ഇപ്പൊ ഈ ബിസിനസിന്റെ അർത്ഥം തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം അതിനകത്ത് കാര്യമായിട്ട് ഇടപെട്ടു. ഇനി കോൺട്രാക്റ്റുകളെല്ലാം അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏക ഉദ്ദേശം. നന്ദി, നമസ്കാരം.